ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കുറച്ച് ദിവസമായില്ലേ നമ്മൾ പഴങ്കഞ്ഞിയൊക്കെ കുടിച്ചിട്ട്. അപ്പോൾ നല്ല ചൂടല്ലേ, ഈ ചൂട് സമയത്ത് ഒരു പഴങ്കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് എനിക്ക് കുറച്ച് കിളിമീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് കറി വെക്കുകയാണ്. അത് കറി വെച്ചതിന് ശേഷം നമുക്ക് പഴങ്കഞ്ഞിയും കൂട്ടി കഴിക്കാം. നമ്മുടെ കിളിമീൻ കുരുമുളകൊക്കെ ഇട്ട് വെച്ചത് നല്ല ആവിയൊക്കെ വന്ന് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ വറ്റി വന്നതിന് ശേഷം നമുക്ക് മാന്തൾ ഉണക്കമീനുണ്ട്, അതും വറുത്തിട്ട് നമുക്ക് പഴങ്കഞ്ഞിയായിട്ട് കഴിക്കാം. അപ്പോൾ നമ്മൾ പഴങ്കഞ്ഞിയുടെ റെഡിയാക്കാനായിട്ട് ഞാൻ നല്ല ചമ്പ പഴങ്കഞ്ഞി എടുത്തിട്ടുണ്ട്. പിന്നെ അതിനപ്പം നമ്മൾ കുറച്ച് ഉപ്പിട്ടു, പിന്നെ നമുക്ക് കുറച്ച് മാങ്ങ അച്ചാറിട്ട് കൊടുക്കാം. മാങ്ങ അച്ചാറിട്ടു. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ചെമ്മീൻ, ഉണക്ക ചെമ്മീൻ മാങ്ങ ഇട്ട് വെച്ചതുകൊണ്ട് ഞാൻ അതും കൂടി എടുക്കുകയാണ്. ഉണക്ക ചെമ്മീൻ മാങ്ങ ഇട്ടത്. പിന്നെ നമുക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചു. ഇനി നമുക്ക് എൻ്റെ കുറച്ച് തീയലുണ്ട്. തീയലൂടെ ഒഴിച്ചു. പിന്നെ നമുക്കുള്ളത് കുറച്ച് സവാള ഇട്ടു. പിന്നെ നമുക്കുള്ളത് മാന്തളാണ്. അത് നമുക്ക് അതിലിടാൻ പറ്റത്തില്ലല്ലോ പഴങ്കഞ്ഞി, അല്ലാതെ എടുത്ത് കഴിക്കാം. പിന്നെ ഞാൻ നല്ല കിളിമീൻ കറി, ഇത്രയാണ് നമ്മൾ പഴങ്കഞ്ഞിയുടെ കൂടെ ഇപ്പോൾ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് ഞവടി നമുക്ക് കഴിക്കാം. നല്ലപോലെ ഞവടി നമുക്ക് കഴിക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ പഴങ്കഞ്ഞി സ്പെഷ്യൽ. അപ്പോൾ എല്ലാവരും ചൂട് സമയമൊക്കെ അല്ലേ, എല്ലാവരും ഇതുപോലെ കഴിക്കണം. നല്ല ടേസ്റ്റാണ്, അറിയാമല്ലോ ഞാൻ പറയാതെ തന്നെ. പിന്നെ എൻ്റെ കയ്യിൽ മരിച്ചീനിയൊന്നുമില്ല, ഇത്രയും സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് കഴിക്കണം, ഇതുപോലെ കഴിക്കണം. കഴിച്ചു കഴിഞ്ഞിട്ട് നല്ല ഉറക്കമൊക്കെ വരും, ഒരു ഉറക്കമൊക്കെ ഉറങ്ങാം. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി കാണുമ്പോഴേക്കും ടാറ്റാ, ബൈ ബൈ.